ഡേവിഡ് ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ബാബുവിനൊക്കെ വളരെ രസകരമായ ഒരു പയ്യനായിരുന്നു. അപ്പോൾ താഴെ വീണ് കഴിഞ്ഞപ്പം ഇവർ ബോട്ടുകാർ പുറകോട്ടെടുത്തു ബോട്ട്. അപ്പോൾ വേറെ ബോട്ട് വന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അങ്ങനെ ഇവർ ആ വെള്ളത്തിനടിയിലായിട്ട് ബോട്ട് ഇവർ നേരെ മുകളിലായി. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാവാകുന്ന ചുണ്ടൻ വള്ളത്തിന് നെഹ്റു ട്രോഫി കൂടാതെ മറ്റ് 29 എവർ റോളിംഗ് ട്രോഫികൾ കൂടി നൽകുന്നുണ്ട്. ഇതിൽ 13 നമ്പർ ട്രോഫിക്ക് അധിക മാർക്കും അറിയാത്ത കണ്ണീരിൽ കുതിർന്നൊരു കഥ പറയാനുണ്ട്. 1967 വള്ളംകളി കാണാൻ ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ 2 വിദ്യാർത്ഥികൾ പുന്നമടക്കായലിൽ വീണ് മരിച്ചിരുന്നു. ഡേവിഡും ബാബുരാജും. അവരുടെ ഓർമ്മയ്ക്കായി തൊട്ടടുത്ത വർഷം മുതൽ ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് ഏർപ്പെടുത്തിയ ട്രോഫിയാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഇപ്പോഴും തുടരുന്ന 13 നമ്പർ ട്രോഫി. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ B പത്മകുമാറാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, 57 വർഷമായിട്ട് ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പേരിൽ കൊടുക്കുന്ന ഒരു ട്രോഫി അതിപ്പോഴും തുടരുകയാണ്. എന്താണ് പറയാനുള്ളത്? അതെ, 1967 നടന്ന ഒരു നിർഭാഗ്യകരമായൊരു സംഭവം. അപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞുപോയ ഈ 2 കുട്ടികളുടെ സ്മരണാർത്ഥം ആ കുട്ടികളുടെ വീട്ടുകാരും അതോടൊപ്പം തന്നെ അന്നത്തെ വിദ്യാർത്ഥി യൂണിയനും ഒക്കെ ചേർന്നിട്ടായിരിക്കണം 2 അവാർഡുകൾ ഇവിടെ ഏർപ്പെടുത്തുകയുണ്ടായി. ഈ ബാബുരാജ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി, അത് നമ്മുടെ വള്ളംകളിയിലെ 1ാം സ്ഥാനത്തെത്തുന്ന ചുണ്ടൻ വള്ളത്തിന് വേണ്ടിയുള്ളൊരു ബാബുരാജ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും, കൂടാതെ നമ്മുടെ അക്കാഡമിക്കായിട്ട് ബയോകെമിസ്ട്രി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന മെഡിക്കൽ വിദ്യാർത്ഥിക്ക് ഒരു സർട്ടിഫിക്കറ്റ്, ഒരു ഗോൾഡ് മെഡലും, അത് ഡേവിഡ് മെമ്മോറിയൽ. പിന്നെ 2 അവാർഡുകൾ ഈ കുട്ടികളുടെ പേരിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെല്ലാ വർഷവും അതവിടെ നൽകാറുമുണ്ട്. ഞാൻ 1983 ഇവിടെ മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പരീക്ഷ, ബയോകെമിസ്ട്രി പരീക്ഷ 85 ആ 85 ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി. അത് വെച്ചിട്ട് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ വിളിച്ച് പ്രൊഫസർ ഈ സർട്ടിഫിക്കറ്റും ഈ ഗോൾഡ് മെഡലും തന്ന ആ ഒരു സംഭവം എനിക്കിപ്പോഴും നന്നായിട്ട് ഓർമ്മയുണ്ട്. കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന ഡോക്ടർ PT നായിക്കാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. സാറന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ആ സ്ഥലത്തുണ്ടായിരുന്നല്ലോ? ഞാൻ വേറൊരു ബോൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ലോക്കൽ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഞാൻ ആലപ്പുഴ എൻ്റെ വീട്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ കോളേജ് BSc ഒക്കെ പഠിച്ചവരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ ഒരു ബോട്ട് എടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കും. ഇവർ ഈ സൈഡിൽ മറ്റേ വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ബോട്ടിൽ റൂഫിൽ കയറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റൂഫ് ഒടിഞ്ഞ് താഴെ വീണു. അപ്പോൾ താഴെ വീണ് കഴിഞ്ഞപ്പം ഇവർ ബോട്ടുകാർ പുറകോട്ടെടുത്തു ബോട്ട്. അപ്പോൾ വേറെ ബോട്ട് വന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്തു. അങ്ങനെ ഇവർ ആ വെള്ളത്തിനടിയിലായിട്ട് ബോട്ട് ഇവർ നേരെ മുകളിലായി. അങ്ങനെ ആ പറ്റിയത്. അവരുടെ ബോഡി ക്രിമേറ്റ് ചെയ്ത ബാബുരാജിൻ്റെ ചവറയായിരുന്നു വീട്. അപ്പോൾ അങ്ങോട്ടും ഞങ്ങളൊക്കെ പോയിരുന്നു അവിടെ. ക്രിമേഷൻ്റെ ഡെഡ് ബോഡിയുടെ കൂടെ കോളേജ് ബസ്സുണ്ടായിരുന്നു. കുറച്ച് പേര് ഡേവിഡിൻ്റെ വീട്ടിൽ പോയി. അത് എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു. പെൺപിള്ളേർക്കൊക്കെ അറിയായിരുന്നു അത് കാണുന്നത്. പരിചയക്കാരായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കോളേജ് എല്ലാ ഫങ്ഷനൊക്കെ ഉള്ള ഒഴിവ് ചെയ്യുന്നുണ്ടായിരുന്നു. പാടാൻ അതിനൊക്കെ ബാബുരാജ് ഡേവിഡ് ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ബാബുരാജൊക്കെ വളരെ രസകരമായ ഒരു പയ്യനായിരുന്നു. ഡേവിഡ് കാമൻ കൊയ്റ്റായിട്ടുള്ള അവരെല്ലാവരുമായിട്ട് ഇടപെടുന്ന എല്ലാ ആക്ടിവിറ്റീസിലും കാണും. ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ, പിരിവിനൊക്കെ പോയിട്ടുണ്ട്. കോളേജിൻ്റെ ഫങ്ഷൻ്റെ എക്സിബിഷനൊക്കെ വളരെ ആക്റ്റീവായിരുന്നു.